യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ ആത്മാർത്ഥമായി വരാൻ പോകുന്ന പുതുവർഷത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേരുകയാണ്. സാധാരണ വർഷാരംഭ പ്രാർത്ഥനകളിൽ നാം വായിക്കുന്ന തിരുവചന ഭാഗം നമുക്കറിയാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വചനമാണ്. ഫലം തരാത്ത ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച് അതിൻ്റെ യജമാനൻ പരിഭവിക്കുന്നതും ചുവടുകിളച്ച് വളമിടാം എന്ന വേലക്കാരൻ്റെ വാക്കുകൾ ആ യജമാനനെ ആ വൃക്ഷത്തോടുള്ള കാരുണ്യത്തിലേക്ക് നയിക്കുന്നതും അത് ആ യജമാനൻ അനുവദിക്കുന്നതുമായ സുവിശേഷ ഭാഗം. ഫലം തരാത്ത അത്തിവൃക്ഷത്തിന് വേണ്ടി ഒരു വർഷം കൂടി കാത്തിരിക്കാൻ യജമാനൻ തയ്യാറായി എന്ന് കർത്താവ് പറയുമ്പോൾ തമ്പുരാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ കഥയാണ് ഓരോ പുതുവർഷവും നമ്മോട് പറയുക. ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ കഥ. Our God is a God of a second chance. വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്ന ഒരു നല്ല ദൈവത്തെക്കുറിച്ച് സത്യവേദ പുസ്തകം ഒത്തിരി പറയുന്നുണ്ട്. ഓരോ തവണ തെറ്റുപറ്റുമ്പോഴും വീണ്ടും വീണ്ടും ഇടർച്ചകൾ സംഭവിക്കുമ്പോഴും നാം നല്ലവരായി തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന, നാം മടങ്ങി വരുന്നത് നോക്കി പാർക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്നാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഒരു സത്യത്തിൻ്റെ അനുരണനങ്ങളുണ്ട്. നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രാഹം ഫറവോയോട് നുണ പറയും. അബ്രാഹം പറയും, ഫറവോ എൻ്റെ സഹോദരിയാണ്. അയാൾ നുണ പറഞ്ഞു ഫറവോയുടെ അടുത്ത്. അയാൾ തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റിൽ നിന്ന് അയാൾ വളരെ മനോഹരമായി രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ കഴിഞ്ഞ വർഷം ഒത്തിരി തെറ്റുകുറ്റങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി തെറ്റുകുറ്റങ്ങൾ. ഈ അടുത്ത ദിവസം അച്ഛൻ വായിച്ചൊരു കാര്യം പറയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകന് എഡ്വേർഡ്, അവൻ ഇടയ്ക്കിടയ്ക്ക് എഴുതുമായിരുന്നു അത്രേ, മോനെ എഡ്വേർഡ്, ജീവിതം എന്ന് പറയുന്നത് സൈക്കിള് ചവിട്ടണ പോലെയാ. വീഴാതിരിക്കണമെങ്കിൽ ചവിട്ടിക്കൊണ്ടേയിരിക്കണം. ചവിട്ടല് നിർത്തിയാൽ, സൈക്കിള് ചവിട്ടുന്നവർക്കറിയാലോ, സൈക്കിള് നിർത്തിയാൽ അപ്പ വീഴും. നമ്മുടെ ജീവിതത്തിൻ്റെ ഇടർച്ചകളെ കുറിച്ച് നമുക്കറിയാം. ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പലവട്ടം നമ്മൾ വീഴുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് there is always second chance. വീണ്ടും വീണ്ടും ദൈവം നാം ചവിട്ടി ചവിട്ടി വണ്ടി ഓടിക്കുന്നത് കാണാൻ കാത്തു നിൽക്കുന്നവനാ. ഒരു തവണ വീണ് നിലത്ത് കിടക്കുന്നത് കാണാൻ അല്ല ദൈവത്തിന് ഇഷ്ടം. ഓരോ വട്ടം വീണ് കഴിയുമ്പോഴും പിന്നെയും പിന്നെയും നിർത്താതെ നാം സൈക്കിള് ചവിട്ടുന്നത് കാണാൻ ദൈവത്തിന് താല്പര്യ. എഗൈൻ ആൻഡ് എഗൈൻ.
സുവിശേഷം അതാ പറയുക, ഇടർച്ചകൾ പറ്റാത്തവരാരും സത്യവേദ പുസ്തകത്തിലില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ആപത്തുകൾ പിണഞ്ഞിട്ടുണ്ട്. അതാ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞ്, അബ്രാഹത്തിന് തെറ്റുപറ്റി, മോശയ്ക്ക് തെറ്റുപറ്റി. ചില മനുഷ്യര് ജീവിതത്തിൽ വല്ലാണ്ട് തളർന്നു പോവും. ആത്മീയ ജീവിതത്തിൽ തളരുന്നവരുണ്ട്, ഭൗതിക ജീവിതത്തിൽ തളരുന്നവരുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ തളരുന്നവരുണ്ട്. ഈ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഒത്തിരി മേഖലകളിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം വീണ്ടും വീണ്ടും നമ്മെ തിരുത്താനും നമ്മെ വഴി നടത്താനും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അബ്രാഹത്തിന് തെറ്റുപറ്റിയത് ദൈവം പൊറുത്തു, മോശയ്ക്ക് തെറ്റുപറ്റിയത് ദൈവം ക്ഷമിച്ച്, യാക്കോബിന് തെറ്റുപറ്റിയത് ദൈവം മറന്നു. സത്യവേദ പുസ്തകത്തിൽ അച്ഛൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇടർച്ചയുടെ ചരിത്രമില്ലാത്തവരായിട്ട് ആരുമില്ല. ഇടർച്ചയുടെ ചരിത്രമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുപറ്റി. പക്ഷേ സുവിശേഷം നമ്മെ പഠിപ്പിക്കും, മടങ്ങി വരുന്നവർക്ക്, ഉയർത്തെഴുന്നേൽക്കുന്നവർക്കുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. മോശയോട് ദൈവം പറഞ്ഞത് മെരീബായിൽ വെച്ച് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ പാറയോട് ആജ്ഞാപിക്കാനാണ്. നമ്മൾ വായിക്കുന്നുണ്ട് സംഖ്യയുടെ പുസ്തകത്തിൽ 20-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം. ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, മോശെ നീ വടി കയ്യിലെടുക്ക്, എന്നിട്ട് പാറയോട് നീ ആജ്ഞാപിക്ക്. മോശ പക്ഷേ നമുക്കറിയാം അല്പം മറുകണ്ഠം ചാടി. ഇസ്രായേൽക്കാരെ കണ്ട പരിശം വന്ന മോശ അവരോട് കോപിച്ച് പാറപ്പുറത്ത് 2 അടി അടിച്ചു. ദൈവം അപ്പം തന്നെ മോശയെ തിരുത്തി. ഞാൻ പറഞ്ഞതല്ലട്ടാ നീ ചെയ്തത്. മോശയ്ക്ക് തെറ്റുപറ്റി, യാക്കോബിന് തെറ്റുപറ്റി. യാക്കോബ് ഏസാവിനെ ചതിച്ചു. അവൻ്റെ പേരിന് യോജിച്ച വണ്ണം അവൻ പെരുമാറി. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ അവന് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കും. നമ്മുടെ ദൈവം വീണ്ടും വീണ്ടും നാം എഴുന്നേൽക്കുന്നതും നാം നടക്കുന്നതും കാത്തു നിൽക്കുന്നൊരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിൽ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. വീണ്ടും വീണ്ടും കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അവനെല്ലാം മനോഹരമാക്കി മാറ്റും, അവനെല്ലാം മനോഹരമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ തെറ്റുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ അവസ്ഥകളും വീണ്ടും വീണ്ടും ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമതായിട്ട് സുവിശേഷം നമ്മോട് പറയും, ഈ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം, ഈ കഴിഞ്ഞ വർഷം തമ്പുരാൻ തന്നതാണ്. നമ്മൾ പലപ്പോഴും എല്ലാം നമ്മൾ ആർജിച്ചതാണെന്നും പറഞ്ഞ് അനുഭവിക്കുന്നവരാ. സ്വത്ത് നമ്മൾ ഉണ്ടാക്കിയതാ, സൗന്ദര്യം നമ്മൾ ഉണ്ടാക്കിയതാ, സമ്പത്ത് നമ്മൾ ആർജിച്ചതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഓരോ നിമിഷവും ഓരോ ദിവസവും നിന്റെ ജീവിതത്തിനുള്ള എൻ്റെ സമ്മാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ നിമിഷവും കർത്താവിൻ്റെ സമ്മാനമാണ്. അച്ഛൻ കേട്ടിട്ടുണ്ട് ഒരു കുഞ്ഞിക്കഥ. ഒരു പള്ളിയുടെ ഉമ്മറത്ത്, ഒരു പള്ളിയുടെ മുൻവശത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യം വളരെ കുറവായിരുന്നത്രേ. ഒത്തിരി ആൾക്കാർ വരുന്നൊരു ദേവാലയമാണ്. വാഹനങ്ങൾ നേരാൻ വണ്ണം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആ പള്ളിയുടെ മുൻവശത്തില്ല. അത് കാരണം പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പോയി അടുത്ത കടക്കാരൻ്റെ മുമ്പിലുള്ള പാർക്കിംഗ് ലോട്ട്, ആ സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി ചോദിച്ചു. അയാൾ ചെന്ന്, ഉടമസ്ഥര് പള്ളിക്കാർ ചെന്ന് മുൻവശത്തുള്ള കടക്കാരൻ്റെ അടുത്ത് അയാളുടെ കടയുടെ മുമ്പിൽ കിടക്കുന്ന വിശാലമായ പാർക്കിംഗ് സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി ആവശ്യപ്പെട്ട് ചോദിച്ചു. കടക്കാരൻ പറഞ്ഞ്,
ഒരു വിഷമവും ഇല്ല, സന്തോഷമുള്ളൂ. നിങ്ങൾ പാർക്ക് ചെയ്തോ? അവർക്ക് സന്തോഷമായി. അവർ പറഞ്ഞു ഞായറാഴ്ച ദിവസം മാത്രം മതി, അന്നാണ് തിരക്ക് കൂടുതൽ, വാഹനങ്ങൾ കൂടുതൽ. ഞായറാഴ്ച ദിവസം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒഴിഞ്ഞു തരണം, ചങ്ങലയിടരുത് അതിൻ്റെ മുമ്പിൽ. ഈ കടക്കാരൻ പറഞ്ഞ് 51 ഞായറാഴ്ച നിങ്ങൾ കൃത്യമായിട്ട് പാർക്ക് ചെയ്തോ, പക്ഷെ 52ാമത്തെ ഞായറാഴ്ച ഞാൻ ചങ്ങലയിടും. വീണ്ടും പിന്നത്തെ ഞായറാഴ്ച നിങ്ങൾ പാർക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ചെന്ന ആൾക്കാർക്ക് വലിയ സന്തോഷമായി, പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടി. പക്ഷെ അവർ ചോദിച്ചു, സർ 51 ഞായറാഴ്ച പാർക്ക് ചെയ്തോളാൻ പറഞ്ഞല്ല, ഈ 52ാമത്തെ ഞായറാഴ്ച എന്താ ചെയ്യരുത്, അന്ന് ചങ്ങലയിടും എന്ന് പറഞ്ഞത്? കടക്കാരൻ പറഞ്ഞു, അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥലം നിങ്ങളുടെ ആണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ 52ാമത്തെ ഞായറാഴ്ച ഞാൻ ചങ്ങലയിടും, അന്ന് പാർക്ക് ചെയ്യണ്ട. നിങ്ങൾ ഓർക്കണമല്ല, ഈ സ്ഥലം നിങ്ങളുടെ അല്ല എന്ന്. ഓരോ വർഷം പിന്നിടുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ കഥ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. നമ്മളിങ്ങനെ സമ്പത്ത് ഉപയോഗിക്കും, സുഖസൗകര്യങ്ങൾ അനുഭവിക്കും, നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മൾ നടക്കും. പക്ഷെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, ഓരോ നിമിഷവും നിന്റെ ദൈവത്തിൻ്റെ ദാനമാണ്, നിന്റെ കർത്താവാണ് ഓരോ വർഷവും നിനക്ക് സമ്മാനമായിട്ട് തരണത്. അത് നിന്റെ അർഹത കൊണ്ടല്ല, അവൻ്റെ കാരുണ്യം കൊണ്ട്. ഈ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. വ്യക്തമായിട്ട് സുവിശേഷം പറയും. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം കർത്താവേ അങ്ങയുടേതാണ്, രാജ്യം അങ്ങയുടേതാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ബൈബിളിൽ. ലോകത്തിലുള്ള സമസ്തവും കർത്താവിൻ്റെതാണ്, ഒന്നും നിന്റെ അല്ല. ഓരോ വർഷം പിന്നിട്ട് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ മനസ്സിൽ ഓർക്കണം, ഈ നിമിഷം, ഈ വർഷം, ഈ ദിവസം ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതത്തിൽ. അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ ശരീരം പോലും നമ്മുടെ അല്ല. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19 മുതലുള്ള വചനം, അതിന് മുമ്പും അതിന് പുറകുമുണ്ട് ആ മനോഹരമായ വചനങ്ങൾ. നിങ്ങളുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ അല്ല, നിങ്ങളുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങളുടെ സ്വന്തമല്ല. അപ്പസ്തോലനിലൂടെ കർത്താവ് പറയും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. അപ്പൊ മനസ്സിലായില്ലേ? ശരീരം നമ്മുടെ അല്ല, സമ്പത്ത് നമ്മുടെ അല്ല. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, സമ്പന്നന്മാരോട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക, ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധ്യത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വെക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും. സമ്പത്ത് കർത്താവിൻ്റെയാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് പാർക്കിങ്ങിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്, 51 ദിവസം പാർക്ക് ചെയ്തോ, ഒരു ദിവസം ഞാൻ പൂട്ടിയിടും. കാരണം എല്ലാ ദിവസവും പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാൻ ഇടയുണ്ട്, ഈ സ്ഥലം നിങ്ങളുടെയാണോ എന്ന്. ഓരോ വർഷവും കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവമേ, എല്ലാം നിന്റെ ദാനമാണ്, എല്ലാം നീ എനിക്ക് തന്നതാണ്. എൻ്റെ വാത്സല്യമുള്ളവരെ, ഓരോ വർഷം അവസാനിക്കുമ്പോഴും നമ്മൾ ഒത്തിരി കഥകളും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. പത്രത്തിലൊക്കെ കഴിഞ്ഞ വർഷക്കാലത്തെ അത്ഭുതങ്ങൾ, മരണങ്ങൾ, വലിയ സംഭവങ്ങൾ, യുദ്ധങ്ങൾ, മഹാമാരികൾ, ഇതൊക്കെ കൃത്യമായി പത്രത്താളിൽ അച്ചടിച്ചു വരും.
ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു വെള്ളക്കടലാസിൽ എഴുത്. എന്തൊക്കെയാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? കുർബാനയ്ക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവമേ, ഈ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാ സംഭവിച്ചത്? എപ്പോഴും ശ്രദ്ധിക്കണം, മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്, നന്മയുടെ കാര്യങ്ങളുണ്ട്. 77-ാം സങ്കീർത്തനം, ആ സങ്കീർത്തനത്തില് സങ്കീർത്തകൻ ഒത്തിരി വട്ടം ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. 77-ാം സങ്കീർത്തനം സങ്കീർത്തകൻ പലവട്ടം പറയും, ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞോ? 7-ാം തിരുവചനം, കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുപോയോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കീർത്തകൻ നിലവിളിക്കുക. പക്ഷെ താഴോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ 11-ാമത്തെ വചനം, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും, ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. എന്താ സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കണേന്നറിയോ? ജീവിതത്തിൽ സംഭവിച്ചു പോയ സംഗതികളുടെ കണക്കെടുക്കുമ്പോൾ ദുഃഖങ്ങളുടെ കണക്ക് മാത്രം പോരാ, കരുതലോടെ തമ്പുരാൻ വഴി നടത്തിയ കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കണം. കരുണയോടെ കർത്താവ് നമ്മെ വഴി നടത്തിയ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിക്കണം. തമ്പുരാൻ ഒത്തിരി നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്. സങ്കീർത്തകൻ നമ്മളെ അതാ പഠിപ്പിക്കണേ. എൻ്റെ ജീവിതത്തിൽ തെറ്റുകളും പോരായ്മകളും സംഭവിച്ച് പല അപജയങ്ങളും ആപത്തുകളും കടന്നു വന്ന് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. ആയതിൻ്റെ ഒക്കെ മധ്യത്തിലും എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവിൻ്റെ കരം, അദൃശ്യനായി എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ആവോളം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സംഭവ പരമ്പരകളെയൊക്കെ നമുക്കെടുത്തു വെച്ച് ദൈവത്തിനു മുമ്പിൽ ഓർമ്മിക്കാം. അതിൻ്റെ ഉള്ളിൽ നന്മയുടെ ഒത്തിരിയുണ്ട്, കരുതലിൻ്റെ ഒത്തിരിയുണ്ട്, കാരുണ്യത്തിൻ്റെ ഒത്തിരിയുണ്ട്. ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിച്ചപ്പോഴും പിടിവിടാതെ കൊണ്ടു നടന്ന ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധിയുടെ കഥകളുണ്ട്. അതൊക്കെ ഓർത്തും വെച്ച് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് പറ്റണം. വാത്സല്യമുള്ളവരെ, സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ സൈഡിൽ ഒരു കണ്ണാടി ഉണ്ടല്ല, റിയർ മിറർ എന്ന് പറയുന്ന പുറകിലേക്ക് നോക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കണ്ണാടി. ഒരു വർഷം അവസാനിക്കുമ്പോൾ ഈ കണ്ണാടിയിലേക്ക് നമ്മളൊന്ന് നോക്കണം. പിന്നിട്ട വഴികൾ എങ്ങനെയൊക്കെ ഉള്ളതാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ വാഹനം ഓടിച്ച് പോരുമ്പോൾ ഭയങ്കര മൂടൽമഞ്ഞുണ്ടാവും മുമ്പിൽ, ഭയങ്കര കട്ടറുകളുണ്ടാവും മുമ്പിൽ, ചിലപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും, ഭയങ്കര പൊടിപടലങ്ങൾ കാണും. വണ്ടി എങ്ങനെ മുന്നോട്ട് പോവും എന്ന് നമ്മൾ ഭയപ്പെടും ചില സമയത്ത്. അപ്പം ചെയ്യേണ്ടത് എന്താണെന്നോ, ആ പുറകുവശം കാണാനായി വെച്ചേക്കണ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കുമ്പോൾ എന്താ കാണുക? പിന്നിട്ട വഴികൾ. ഈ മൂടൽമഞ്ഞിൻ്റെ, ഈ പൊടിപടലങ്ങളുടെ, ഈ വലിയ കുഴികളുടെ ഇടയിലൂടെ മനോഹരമായി ഞാൻ വണ്ടി ഓടിച്ചു പോയ നിമിഷങ്ങളെ ഞാൻ കാണും. എൻ്റെ ദൈവം എന്നെ കരുതിയ വഴികളെ ഞാൻ ഓർമ്മിക്കും. അത് മുന്നോട്ടുള്ള കുതിപ്പിന് വല്ലാത്ത ഒരു ഊർജമാണ്. ഒന്നും പേടിക്കാനില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഭയമില്ല. ഞാൻ ആരെ പേടിക്കണം? എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിര് നിൽക്കും? എല്ലാ സമയത്തും കൂടെ വരുന്നവൻ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഭയപ്പെടുക? കഴിഞ്ഞ വർഷത്തിൽ പല പല തെറ്റുകൾ സംഭവിച്ചു, പല പല ആപത്തുകളുണ്ടായി, ഒത്തിരി അനർത്ഥങ്ങൾ കടന്നു വന്ന് പ്രശ്ന പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതമാകുന്ന വാഹനം ഓടിച്ച് ഇപ്പോഴും പുതിയ വർഷം പ്രവേശിക്കുമ്പോൾ പോലും എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ വണ്ടിയിൽ പിടിപ്പിച്ചിട്ടുള്ള പുറക് കാണാനുള്ള കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവം കരുതലോടെ എന്നെ കൊണ്ടു നടന്ന കഥകൾ എൻ്റെ ഓർമ്മയിലേക്ക് വരും. ദൈവത്തിൻ്റെ വഴി നടത്തൽ
നാളെയുടെ ജീവിതത്തിൻ്റെ ഊർജമാണ്. The guidance of the God. The guidance of God. ദൈവത്തിൻ്റെ വഴി നടത്തിൽ, അവൻ്റെ നേതൃത്വം is energy for the future. ഭാവിയിലേക്കുള്ള യാത്രയിൽ ദൈവം വഴി നടത്തിയതിൻ്റെ ഓർമ്മ വല്ലാത്ത ഒരു ഊർജമാണെന്നാണ് പറയുക. The guidance of the Lord in the past is the energy for the future. The guidance of the Lord in the past is the energy for the future. നാളെ കൂടുതൽ മനോഹരമായിട്ട് ജീവിച്ച് തീർക്കാൻ പിന്നിട്ട വഴികളിൽ താങ്ങായ കർത്താവിനെ ധ്യാനിക്കുക. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിന്റെ ദൈവം വീണ്ടും വീണ്ടും ചാൻസുകൾ അനുവദിക്കുന്ന ഒരു ദൈവമാണ്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ പോരായ്മകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും, കൂടെ കർത്താവുള്ളവർക്ക് എന്നും സമാധാനവും സന്തോഷവും. ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ധ്യാനിക്കുമ്പോൾ തമ്പുരാനോട് നന്ദി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. മാപ്പപേക്ഷിക്കാൻ 100 സംഗതികളുണ്ട്. അടുത്ത ജീവിതത്തിലേക്ക് ആവശ്യമായ കൃപ പ്രാർത്ഥിക്കാൻ ന്യായങ്ങളുണ്ട്. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് എളിമയോടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഒത്തിരി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നിന്റെ സഹായം, നിന്റെ സ്നേഹം ഇനിയും എനിക്ക് ആവശ്യമായിട്ടുണ്ട്. പുതിയ വർഷത്തിലേക്ക് നിന്റെ കഴിഞ്ഞകാല സ്നേഹ അനുഭവങ്ങളുടെ സ്മരണയിൽ ആത്മബലത്തോടെ പ്രവേശിക്കാൻ നീ എന്നെ സഹായിക്കുക. ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനയോടുകൂടെ പുതിയ വർഷത്തിലെ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമുക്ക് ഏറെ സമീപസ്ഥനായി, തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളുന്നു. എല്ലാം സമർപ്പിച്ച് കർത്താവിൻ്റെ ആരാധനയ്ക്കായി നമുക്കൊരുങ്ങാം. സ്നേഹനാദ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാദ വാവ യേശുനാദ വാവ സ്നേഹനാദ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാദ നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാമിൻ ജീവനും സ്നേഹവുമേ കർത്താവേ വാവ യേശുനാദ വാവ യേശുനാദ വാവ സ്നേഹനാദ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാദ വാവ യേശുനാദ വാവ യേശുനാദ. കർത്താവേ,
പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം നിന്റെ തിരുമുമ്പിലായിരിക്കാൻ പാപിയും ബലഹീനനുമായ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് നിനക്ക് സ്തോത്രം. പരിശുദ്ധവും പരമവും ദിവ്യവുമായ കാരുണ്യമാണ് നീയെന്ന് ഒരിക്കൽ കൂടി എന്നെ ഓർമ്മിപ്പിക്കാൻ തിരുവോസ്തിയുടെ രൂപത്തിൽ നിറസ്നേഹമായി എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നീ എൻ്റെ ദൈവമാണെന്ന്, നീ എൻ്റെ കർത്താവാണെന്ന്, നീ എൻ്റെ സർവസ്വവുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. യേശുനാഥാ, വാവ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവ യേശുനാഥാ. യേശുവേ, നിന്റെ സ്നേഹം മാത്രമാണ് ഞാൻ കാണുന്നത്, നിന്റെ സ്നേഹം മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത്. കർത്താവേ, ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരുന്ന് ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസം നീ എൻ്റെ കാതിൽ മന്ത്രിക്കുന്നത് അത് തന്നെ. നിനക്കിപ്പോഴും എന്നെ വല്ലാണ്ട് ഇഷ്ടമാണെന്ന സത്യം, നീ എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന യാഥാർത്ഥ്യം. കർത്താവേ, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് നീ. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അടുക്കി പിടിക്കുന്ന സ്നേഹമാണ് നീ. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും വെറുത്തുപേക്ഷിക്കാത്ത സ്നേഹമാണ് നീ. ഇന്നലെ എപ്രകാരമായിരുന്നോ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അതുപോലെ ഇന്നും നീ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം. കർത്താവേ, നിൻ്റെ സ്നേഹത്തെ ഞാൻ ധ്യാനിക്കട്ടെ, നിൻ്റെ കാരുണ്യത്തെ ഞാൻ അനുസ്മരിക്കട്ടെ. നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ചു വയ്ക്കട്ടെ. നിൻ്റെ സ്നേഹമോർക്കുമ്പോൾ മറ്റെല്ലാ സ്നേഹങ്ങളും അപ്രസക്തമാണ് കർത്താവേ. നിൻ്റെ കാരുണ്യത്തെ ധ്യാനിക്കുമ്പോൾ മറ്റെല്ലാ കാരുണ്യങ്ങളും വളരെ താഴെയാണ് എൻ്റെ കർത്താവേ. അത്രമാത്രം ഉയരത്തിലാണ് നിൻ്റെ സ്നേഹവും നിൻ്റെ കാരുണ്യവും. നിൻ്റെ സ്നേഹത്തെ ഓർക്കാൻ, നിൻ്റെ സ്നേഹത്തെ വാഴ്ത്തിപ്പാടാൻ, നിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കാൻ ഈ സമയം നിൻ്റെ ആത്മാവിനാൽ നീ എന്നെ സഹായിക്കണേ. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. യേശുവേ, ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമ വിസ്മയം. ഏതു ദുഃഖം വന്നാലും ഏറ്റെടുക്കും ആ ഹൃദയം. എത്ര പാപം ചെയ്താലും മാപ്പു നൽകും തൻ സ്നേഹം. ദൈവസ്നേഹം ഓർത്തിടുകിൽ
എന്തൊരൽപുതം ദിവ്യകാരുണ്യം ഓർക്കുകിലു നിരുപമ വിസ്മയം നിരുപമ വിസ്മയം. കർത്താവേ, ഒരു വർഷം പിന്നിട്ട് പുതിയ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ നിന്റെ വലിയ കാരുണ്യത്തെ ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നിന്റെ അറിവോട് കൂടെ മാത്രമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ തമ്പുരാനെ, ഭൗതികമായ പല മെച്ചങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ പല നേട്ടങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ നീ വർദ്ധമാനമാക്കിയിട്ടുണ്ട്. നീ എനിക്ക് കൂടുതൽ ആരോഗ്യം തന്നു. നീ എനിക്ക് കൂടുതൽ സൗന്ദര്യം തന്നു. നീ എനിക്ക് കൂടുതൽ കഴിവുകൾ തന്നു. നീ എനിക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ തന്നു. എൻ്റെ ജീവിതത്തെ നീ പല കാര്യങ്ങളും പഠിപ്പിച്ചു. എല്ലാറ്റിനുമുപരി ഇടറിപ്പോയപ്പോൾ നിന്റെ കരുത്തുള്ള കരം നീട്ടി നീ എന്നെ താങ്ങി പിടിച്ചു. എൻ്റെ യേശുവേ, നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഏറ്റുപറയുക, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർജിച്ചിട്ടുണ്ടോ, അതെല്ലാം നീ എനിക്ക് തന്നതാണ്. നീ തരാത്തതായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നിന്നോട് നന്ദി പറയാനാവാത്ത വണ്ണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് യാതൊന്നും സംഭവിച്ചിട്ടുമില്ല. എൻ്റെ കർത്താവേ, ഈ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ ജീവിതത്തിലേക്ക് നീ വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങളോർത്ത് എളിമയോടെ ഞാൻ നിന്നോട് നന്ദി പറയണ കർത്താവേ. നീ എനിക്ക് നൽകിയിട്ടുള്ള നന്മകൾക്ക് നന്ദി പറയാൻ ഒരു ജന്മം എനിക്ക് മതിയാവില്ല തമ്പുരാനെ. ഈ ഒരു വർഷം മുഴുവനും, ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. നിത്യകാലം നിന്റെ മഹാനുഗ്രഹങ്ങളോർത്ത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നന്ദി സൂക്ഷിക്കുമെന്ന് നിനക്കുറപ്പ് തരിക കർത്താവേ. ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല. ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയില്ല. ഒരിക്കലും ഞാൻ നിന്നെ വിസ്മരിക്കില്ല. നിന്റെ കൈയുടെ പിടിവിടാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. കാരണം ഉള്ളതെല്ലാം ആർജിച്ചതെല്ലാം നിന്റെ ദാനം. നീ നൽകാത്തതായി എനിക്കൊന്നുമില്ലല്ലോ എൻ്റെ തമ്പുരാനെ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. യേശുവേ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. വിശ്വാസത്തോടെ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എനിക്ക് ഉറപ്പുണ്ട് കർത്താവേ, ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ.
ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. യേശുവേ, ഇത്രമാത്രം നീ എന്നെ സ്നേഹിച്ചിട്ടും ഇത്രമാത്രം കാരുണ്യം നീ എന്നോട് കാണിച്ചിട്ടും എൻ്റെ അർഹതകളും എൻ്റെ യോഗ്യതകളും പരിഗണിക്കാതെ നീ എന്നെ അടുക്കി പിടിച്ചിട്ടും എന്തെന്ത് പാപങ്ങളാ കർത്താവേ ഞാൻ ചെയ്തു കൂട്ടിയത്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഇടർച്ചകളെല്ലാം ഞാൻ ഏറ്റുപറയുക. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ, എൻ്റെ മനസ്സിൽ വലിയ വേദനയുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്നവനാണല്ലോ എന്നോർത്ത്, നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് വിസ്മരിക്കുന്നല്ലോ എന്നോർത്ത് നിന്നോട് നന്ദി കാണിക്കാൻ ഞാൻ അല്പം പോലും പരിശ്രമിച്ചില്ലല്ലോ എന്നോർത്ത്. എന്നാലും എൻ്റെ കർത്താവേ, നീ എന്നോട് പറയണത് എനിക്ക് കേൾക്കാം. എന്തുമാത്രം പാപം ചെയ്താലും എങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാലും നിനക്കെന്നെ ഇഷ്ടമാണ്. നീ വീണ്ടും വീണ്ടും വീണ്ടെടുക്കപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കുന്ന ദൈവം. അത്തിവൃക്ഷം ഫലം തരാതിരിക്കുമ്പോഴും ചുവട് കിളച്ച് വളമിട്ട് ഒരു വർഷം കൂടി അത് കായ്ക്കാൻ കാത്തിരിക്കുന്ന യജമാനനെ പോലെ എൻ്റെ ദൈവമേ, നീ എന്തുമാത്രമാ എൻ്റെ ജീവിതത്തിൻ്റെ ഉമറപ്പടിയിൽ കാത്തിരിക്കണത്. എന്ത് പാപം ചെയ്താലും എങ്ങനെയൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുന്നവനാണ് നീയെന്ന് സത്യവേദ പുസ്തകത്തിലൂടെ നീ എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ഓർക്കുന്നു. കർത്താവേ, ആഴമുള്ള ബോധ്യം നീ എനിക്ക് താ. നിരാശപ്പെടേണ്ടെന്ന് നീ എന്നോട് പറ. ഭഗ്നാശനാകേണ്ടെന്ന് നീ എന്നോട് സംസാരിക്കേ. എൻ്റെ കർത്താവേ, നിനക്കിപ്പോഴും എന്നെ വല്ലാണ്ട് ഇഷ്ടമാണെന്നുള്ള സത്യം. അതുകൊണ്ടാണല്ലോ ഈ പുതിയ വർഷം കാണാൻ നീ എൻ്റെ ജീവിതത്തെ ഒരുക്കി വെച്ചത്, എൻ്റെ ജീവിതത്തെ നീ അനുവദിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നിനക്കെന്നെ വേണം. ഞാൻ ആരായിരുന്നാലും നിനക്കെന്നെ വേണം. എൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചകൾ എത്ര ഭീകരമായിരുന്നാലും നിനക്കെന്നെ വേണം. നീ ഒരിക്കലും എന്നെ തള്ളിക്കളയാത്ത തമ്പുരാൻ. വിശ്വസിക്കുന്ന കർത്താവേ, ബോധ്യത്താൽ നീ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണേ. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ലോകം നിന്നെ വെറുത്താലും,
ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. നീ പാപിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും നീ രോഗിയാണെന്നാലും നീ രോഗി ആണെന്നാലും. ഈശോയെ, എൻ്റെ എല്ലാ ബലഹീനതകളോടും കൂടെ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുക. എൻ്റെ എല്ലാ ഇടർച്ചകളോടും കൂടെ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുക. എൻ്റെ പോരായ്മകൾ നിനക്കറിയാലോ കർത്താവേ. എത്ര വട്ടമാണ് ഞാൻ പ്രതിജ്ഞകൾ എടുക്കുന്നത്, എത്ര വട്ടമാണ് ബലഹീനതകളിൽ നിന്ന് മാറി നടക്കാൻ ഞാൻ തീരുമാനിച്ചത്, എത്ര വട്ടമാണ് ചീത്ത കൂട്ടുകെട്ടുകൾ, തഴക്കദോഷങ്ങൾ, ദൗർബല്യങ്ങൾ എല്ലാം വിട്ടകന്ന് ജീവിക്കാൻ ഞാൻ നിശ്ചയിച്ചത്. എൻ്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന്, എൻ്റെ പാദങ്ങളെ നേരെയാക്കണമെന്ന്, കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം ആരംഭിക്കണമെന്ന് എത്ര വട്ടം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി തീരുമാനിച്ചു തമ്പുരാനെ. എനിക്ക് പറ്റിയിട്ടില്ല. കണ്ണീരോടെ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുക. ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിനം എളിമയോടെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ആഗ്രഹമല്ല, നിൻ്റെ മനസ്സാണ് വലുത്. എൻ്റെ ആഗ്രഹമല്ല കർത്താവേ, നിൻ്റെ മനസ്സാണ് വലുത്. ഈ വർഷം കുറേ കൂടി നല്ലവനായിട്ട് ജീവിക്കാൻ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നീ എനിക്ക് താ. കുറച്ചുകൂടി നല്ല ഒരപ്പനാവണം, കുറേ കൂടി നല്ല ഒരമ്മയാവണം, കുറേ കൂടി നല്ല ഒരു മകനും മകളും ആവണം, കുറേ കൂടി നല്ല ഒരു കൂടപ്പിറപ്പാവണം, കുറേ കൂടി നല്ല നിന്റെ ശുശ്രൂഷകനാവണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കർത്താവേ, എനിക്കെല്ലാം സാധിക്കും. ഈ ആദ്യ ദിനം നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, മനസ്സാവുമോ നീ എന്നെ ഒന്ന് തൊടാൻ? നിന്നെ തൊട്ടവരും നീ തൊട്ടവരുമൊക്കെ സുഖപ്പെട്ടില്ലേ? നിന്നോട് ചേർന്ന് നടന്നവർക്കൊക്കെ, നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായും സമർപ്പിച്ചവർക്കൊക്കെ അമർത്തി കുലുക്കി നിറച്ചളന്ന് നീ ഇട്ടുകൊടുത്തില്ലേ? എൻ്റെ ഈശോയെ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുക, ഈ പുതിയ വർഷം മനോഹരമായിട്ട് ആരംഭിക്കാൻ, സുന്ദരമായിട്ട് അവസാനിപ്പിക്കാൻ, നിന്റെ കൈക്ക് പിടിച്ച് നടക്കാൻ, എല്ലാ ബലഹീനതകളെയും അതിജീവിച്ച് അഭിമാനത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കാൻ, നീ എന്നെ സ്നേഹിക്കുന്നവനാണെന്ന് സർവ്വലോകത്തോടും വിളിച്ചു പറയാൻ, എൻ്റെ കർത്താവിൽ എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു ചൊല്ലാൻ നീ എന്നെ ഒന്ന് സഹായിക്കൂ. കർത്താവേ, മനസ്സാവണം, മനസ്സാവണം നീ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി വരും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം ബലപ്പെടും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുടുംബം സ്വർഗമാവും. എല്ലാവർക്കും വേണ്ടി, എല്ലാത്തിനും വേണ്ടി ഉള്ളുരുകി ഞാൻ പ്രാർത്ഥിക്കുക. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, നീ എൻ്റെ ഹൃദയത്തിൽ
വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാദാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആ പാദചൂടം ഞാൻ സുഖമാക്കുവാൻ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, എൻ്റെ ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാദാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, നീ തന്നതെല്ലാം ശുഭമാകുവാൻ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. എൻ്റെ ഈശോയെ, ഈ പുതിയ വർഷത്തിൽ ആത്മാർത്ഥമായി ഒരേ ഒരു പ്രാർത്ഥനയെ എനിക്ക് നിന്നോടുള്ളൂ. നീ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വിടരുത്. നീ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടാൽ എൻ്റെ ജീവിതത്തിൽ ഇടർച്ചകൾ സംഭവിക്കും. ഞാൻ വല്ലാണ്ട് തളർന്നു പോവും. കർത്താവേ, സുവിശേഷത്തിൽ നീ പറയുന്നുണ്ടല്ലോ, ആകാശ പറവകളെ പരിപാലിക്കുന്ന ദൈവമാണ് നീ. വയലിലെ പുല്ലുകളെ അലങ്കരിക്കുന്ന കർത്താവാണ് നീ. ആകാശ പറവകളെ തീറ്റിപ്പോറ്റുന്ന, വയൽ ലില്ലികളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം എൻ്റെ പിതാവായുള്ളപ്പോൾ, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ, എൻ്റെ കർത്താവേ, ഞാൻ എന്തിനാ തളരണത്? ഏറ്റവും എളിമയോടെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക. എത്ര വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്താലും, എന്തുമാത്രം നീ എന്നെ വളർത്തിയാലും, നിത്യകാലം നിന്റെ കൊച്ചുമോനും കൊച്ചുമോളുമായിട്ടിരിക്കാനാണ് എനിക്ക് മോഹം. നിന്റെ മടിയിലേക്ക് കയറിയിരുന്ന് നിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി കരുണാർദ്രമായ നിന്റെ കണ്ണിലെ സ്നേഹം മുഴുവനും നുകരാൻ എൻ്റെ കർത്താവേ, ഈ ഒരു വർഷം മുഴുവനും നീ എന്നെ സഹായിക്കണം. എനിക്കൊത്തിരി നന്മകളുണ്ട് കർത്താവേ, എന്നെ നീ ഒത്തിരി വളർത്തുന്നുണ്ട്. സാമ്പത്തികമായ മേന്മ നീ എനിക്ക് സമ്മാനിക്കുന്നുണ്ട്. വലിയ വലിയ നന്മകൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ മുമ്പിലും പ്രിയപ്പെട്ടവരുടെ മുമ്പിലും നീ എന്നെ ഒത്തിരി ഒത്തിരി ഉയർത്തി വയ്ക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഈശോയെ, എന്തോരം ഞാൻ വളർന്നാലും, എത്ര വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്താലും, ഞാൻ എന്നും നിൻ്റെ മോനല്ലേ, ഞാൻ എന്നും നിൻ്റെ മോളല്ലേ. പിതാവേ, പുത്രസഹജമായ സ്നേഹം എന്നും എൻ്റെ ചങ്കിൽ നീ നിക്ഷേപിക്കണം. പിതൃസഹജമായ സ്നേഹം നീ എന്നും എന്നോട് കാണിക്കണം. അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നിന്നോട് ചേർന്നിരിക്കാനുള്ള കൃപ, നിന്റെ കൈക്ക് പിടിച്ച് നടക്കാനുള്ള ആഗ്രഹം, എന്നും നിന്റെ മുമ്പിൽ കുഞ്ഞായിട്ട് ജീവിക്കാനുള്ള കൊതി, അത് ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഈശോയുടെ ദിവ്യകാരുണ്യമേ, നിന്റെ സ്നേഹത്തോട് അലിഞ്ഞിരിക്കാൻ, നിന്റെ സ്നേഹത്തോട് ഒട്ടി നിൽക്കാൻ നീ എന്നെ അനുഗ്രഹിക്കുക. കർത്താവെ, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ വിശ്വാസത്തോടെ നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു, ഞാൻ എന്നും നിന്റെ കൊച്ചാണ്, ഞാൻ എന്നും നിന്റെ മോനും മോളുമാണ്. എത്ര വളർന്നാലും, എത്ര വളർന്നാലും എൻ്റെ കർത്താവേ, നീ എന്നെ ഒരിക്കലും വിട്ടുകളയരുത്, ഉപേക്ഷിക്കരുത്. നിന്റെ കൈക്ക് പിടിച്ച് നടക്കാൻ
മാത്രമാണ് എൻ്റെ മോഹം, എൻ്റെ മോഹം. എത്ര വളർന്നാലും ദൈവമേ, കർത്താവേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എൻ്റെ തമ്പുരാനെ, എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കർത്താവേ, കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കർത്താവേ, ആത്മാർത്ഥമായി ഞാൻ നിനക്ക് ഒരിക്കൽ കൂടി നന്ദി പറയണം. പാപിയും ബലഹീനനുമായിട്ടും 100 പോരായ്മകളുണ്ടായിട്ടും ഈ പുതിയ വർഷം കാണാൻ നീ എന്നെ അനുവദിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചു. നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നന്ദി പറയാൻ നിനക്ക് വാക്കുകളില്ല കർത്താവേ. എത്ര ജന്മം ഈ ലോകത്ത് എനിക്ക് നീ തന്നാലും, എത്ര വർഷം ജീവിക്കാൻ നീ എന്നെ അനുവദിച്ചാലും, എൻ്റെ തമ്പുരാനെ, നീ എന്നോട് കാണിച്ച കാരുണ്യത്തിന് എന്നെങ്കിലും നന്ദി പറഞ്ഞ് തീർക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ കരങ്ങൾ ഞാൻ നിൻ്റെ നേരെ നീട്ടുക, എൻ്റെ കരങ്ങൾ ഞാൻ നിൻ്റെ നേരെ നീട്ടുക. സജീവനായ ദൈവമേ, നിന്നെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും എൻ്റെ അധരങ്ങളെ നീ ഒരുക്കണേ കർത്താവേ. ആത്മാർത്ഥമായി നിനക്ക് സ്തോത്രം പാടാൻ, എളിമയോടെ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ഈ രാത്രികാലേ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിൽ തമ്പുരാനെ, ഈ പുതിയ വർഷത്തിൻ്റെ സുന്ദരമായ ഈ നിമിഷം ആത്മാർത്ഥമായി നിന്നെ സ്തുതിക്കാൻ, എൻ്റെ ഹൃദയം മുഴുവനും നിൻ്റെ മുമ്പിൽ കൊടഞ്ഞിടാൻ, നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച അത്ഭുതകരമായ കാര്യങ്ങൾ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്താൻ കർത്താവെ, നീ എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ അധരങ്ങളെ നീ ബലപ്പെടുത്തണേ, എൻ്റെ നാവിന് നീ ശക്തി നൽകണേ. ആത്മാർത്ഥമായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, നിന്നെ മഹത്വപ്പെടുത്തുന്ന തമ്പുരാനെ, നീ എൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറയുന്ന യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ സ്തോത്രം. പിതാവേ നിനക്ക് നന്ദി പറയുന്നു. പുത്ര നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ നിന്നെ ഞാൻ സ്നേഹിച്ച് ആശ്രയിക്കുന്നു. നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, മാലാഖമാരോട് ചേർന്ന്, മോക്ഷവാസികളോട് ചേർന്ന്, നിന്റെ പ്രിയപ്പെട്ട വിശുദ്ധരോട് ചേർന്ന്, നല്ലവരായ നിന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, 1 കോടി നാവേനിക്കേകിയാലും, 1 കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, 1 കോടി നാവേനിക്കേകിയാലും, നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടിടാൻ മതിയെനിക്കാകുമോ തമ്പുരാനേ. നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടിടാൻ മതിയെനിക്കാകുമോ തമ്പുരാനേ. 1 കോടി ജന്മമീ
ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനി കേകിയാലും. കർത്താവേ, നിന്റെ ആശീർവാദത്തിനായി ഞാൻ തലകുനിക്കുകയാണ്. പുതിയ വർഷത്തിൻ്റെ ഈ ആദ്യ ദിനം എൻ്റെ നെറ്റിത്തടത്തിൽ ഒരു കുരിശടയാളം വരച്ച് നീ എന്നെ യാത്രയാക്കണം. നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം എൻ്റെ ചങ്കിൽ നീ നിറയ്ക്കണം. കർത്താവേ, നിൻ്റെ കൈക്ക് പിടിച്ച് അവസാനം വരെ നടക്കാൻ എൻ്റെ പാദങ്ങളെ നീ ബലപ്പെടുത്തണം. നിൻ്റെ വലിയ അനുഗ്രഹത്തിനായി, സ്നേഹത്തിൻ്റെ ആശീർവാദത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമ വിസ്മയം. ഏതു ദുഃഖം വന്നാലും ഏറ്റെടുക്കും ആ ഹൃദയം. എത്ര പാപം ചെയ്താലും
മാപ്പു നൽകും തൻ സ്നേഹം